Let's wait for a couple in the session. Okay, good afternoon. And so today we will be discussing about IELTS Writing Task 1. നമ്മൾ റൈറ്റിംഗ് ടാസ്ക് 1 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം റൈറ്റിംഗ് ടാസ്ക് 1 എന്ന് പറയുന്നത് ഒരു ഗ്രാഫാണ്. ഒരു ഗ്രാഫിനെ പറ്റിയിട്ട് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് റൈറ്റിംഗ് ടാസ്ക് 1 ആയിട്ട് IELTSലുള്ളത്. സോ അതിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ലൈൻ ഗ്രാഫാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ റീസ, ഗുഡ് ആഫ്റ്റർനൂൺ. So this is our question for today. The graph below shows the household recycling rates in 3 different countries between 2005 and 2015. Summarize the information by selecting and reporting the main features and make comparisons where relevant. നമുക്കൊരു ലൈൻ ഗ്രാഫിൻ്റെ ഇമേജ് തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു ഹൗസ് ഹോൾഡ് റീസൈക്ലിംഗ് റേറ്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. 3 കൺട്രിയിലുള്ള റീസൈക്ലിംഗ് റേറ്റ്സ്. അത് നമുക്ക് 3 കൺട്രീസും അവർ ഗ്രാഫിൽ ഇമേജിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. UK, ഫ്രാൻസ്, ജർമ്മനി അങ്ങനെ 3 കൺട്രീസാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. ബിറ്റ്വീൻ 2005 ആൻഡ് 2015 2005 മുതൽ 2015 വരെയുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്ന ഈ ഒരു ഗ്രാഫ് സമ്മറൈസ് ചെയ്ത് മെയിൻ ഫീച്ചേഴ്സ് എഴുതുക എന്നുള്ളതാണ്. ആൻഡ് മേക്ക് റെലവൻറ്റ് കമ്പാരിസൺസ്. എവിടെയാണോ കമ്പാരിസൺസ് വേണ്ടത് പോസിബിളായിട്ടുള്ള കമ്പാരിസൺസും കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഏത് ടൈപ്പ് ഗ്രാഫാണ് എന്നുള്ളത് ഇമേജിൽ നിന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫ് ഒരു ലൈൻ ഗ്രാഫാണ്. നമുക്ക് ഇമേജ് കാണുമ്പം തന്നെ മനസ്സിലാവണം. ഫസ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടൈപ്പ് ഓഫ് ഗ്രാഫ്. ഏത് ടൈപ്പ് ഗ്രാഫാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ടെൻസ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ്റെ ടെൻസ് എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫർദറായിട്ട് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദ ഇയേഴ്സ്. നമ്മൾ ആ ഒരു ഇയേഴ്സ് നോക്കുക. എവിടെ മുതൽ എവിടെ വരെയാണ് ഇയേഴ്സ് എന്നുള്ളതിനെ അനുസരിച്ചിട്ടാണ് നമുക്ക് ടെൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇയേഴ്സ് 2005 മുതൽ 2015 വരെയാണ്. സോ ഫ്രം ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് എ പാസ്റ്റ് ഇയേഴ്സ്. നമുക്ക് പാസ്റ്റ് ഇയേഴ്സ് ആണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വി ഹാവ് ടു അനലൈസ് ദ ഡേറ്റ. ഡേറ്റ എന്താണ് എന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് ഹൗസ് ഹോൾഡ് റീസൈക്ലിംഗ് റേറ്റ്സ് ആണ്. വീട്ടിൽ നിന്നുള്ള വേസ്റ്റ് എത്രത്തോളം റീസൈക്കിൾ ചെയ്തു. ഇൻ ദ UK, ഫ്രാൻസ് ആൻഡ് ജർമ്മനി. UKയിലെയും ഫ്രാൻസിൻ്റെയും ജർമ്മനിയുടെയും കേസാണ് തന്നേക്കുന്നത്. ഫ്രം 2005 to 2015 ഇത്രയും ഡേറ്റയാണ് അവർ തന്നിട്ടുള്ളത്. നമ്മളിതിനെ ഫർദറായിട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ജർമ്മനി ഈസ് ഷോൺ ഇൻ ഗ്രീൻ ലൈൻ, UK ഇൻ ബ്ലൂ ആൻഡ് ഫ്രാൻസ് ഇൻ റെഡ് ലൈൻ. അപ്പോൾ ഇതിൽ നമുക്ക് 2 ഡേറ്റ് രണ്ടെണ്ണത്തിൻ്റെ, അതായത് UKയുടെയും നമ്മുടെ ജർമ്മനിയുടെയും കേസ് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഒരു ഇൻക്രീസിങ് ട്രെൻഡാണ് കാണിച്ചിട്ടുള്ളത്. ഇൻ ദ കേസ് ഓഫ് ജർമ്മനി അതൊരു 20% സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ് ഒരു ഇൻക്രീസ് കാണിച്ചിട്ടുണ്ട് അപ് ടു 60% ഇൻ 2015. 2015 അതൊരു 60% വരെ എത്തിയിട്ടുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഫ്രാൻസ്, നമ്മൾ ഫ്രാൻസ് നോക്കുകയാണെങ്കിൽ അതൊരു 50% നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ദെൻ ഇറ്റ് ഡിക്രീസ് ടു അറൗണ്ട് 30% ബൈ 2013. 2013 ആയപ്പോഴത്തേക്കും ഒരു 30% വരെ അത് ഡിക്രീസ് ചെയ്തിട്ടുണ്ടോ. ദെൻ ഒരു സ്മോൾ ഇൻക്രീസ് ആണ് കാണിച്ചേക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് UK ഒരു ഇൻ ബിറ്റ്വീൻ 30 ആൻഡ് 40 ആണ് വാല്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഇറ്റ് ഇൻക്രീസ് ടു 40% ആൻഡ് കുറച്ച് സമയം ഇത് സ്റ്റേബിളായിട്ട് പോയിട്ടുണ്ട്. എഗെയിൻ ഇറ്റ് ഇൻക്രീസ് ആൻഡ് ബൈ ദ ഫൈനൽ ഇയർ ഇറ്റ് റീച്ച് 60%. ഇതാണ് അതിൻ്റെ ടോട്ടൽ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിത് എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. വൈൽ മൂവിങ് ഓൺ ടു റൈറ്റിംഗ്, ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് ടു റൈറ്റ് 4 പാരഗ്രാഫ്സ്. 4 പാരഗ്രാഫാണ് നമ്മൾ ടോട്ടലായിട്ട് എഴുതേണ്ടത്. ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ആൻ ഇൻട്രൊഡക്ഷൻ, ദെൻ 2 ബോഡി പാരഗ്രാഫ്സ് ഇൻക്ലൂഡിങ് ദ ഡേറ്റ ആൻഡ് ഫൈനലി ആൻ ഓവറോൾ. അങ്ങനെ 4 പാരഗ്രാഫ്. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ദെൻ നമ്മൾ ബോഡി പാരഗ്രാഫ്സ് ഒരു 2 ബോഡി പാരഗ്രാഫായിട്ട് എഴുതുക. ദെൻ ലാസ്റ്റ് ഒരു ഓവറോൾ ഡേറ്റ്, ഇതിൽ നിന്ന് മൊത്തത്തിൽ മനസ്സിലായത് എന്താണ് എന്നുള്ളതും കൂടി ഒന്ന് നമ്മൾ എഴുതണം. അങ്ങനെ 4 പാരഗ്രാഫ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഡേറ്റ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്കോസ് പാരഗ്രാഫ് എങ്ങനെ തിരിക്കാം എന്നുള്ളതിന് ഒരു സെപ്പറേറ്റ് ബാൻഡ് ഉള്ളതുകൊണ്ടാണ് വി ഹാവ് ടു റൈറ്റ് ഇൻ പാരഗ്രാഫ്സ്. ഇത് മൊത്തത്തിൽ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നതിന് പകരം വി ഹാവ് ടു സ്പ്ലിറ്റ് ഇറ്റ് ഇൻറ്റു 4 പാരഗ്രാഫ്സ്. 4 പാരഗ്രാഫ് ആക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. Okay, Anu Philip, good afternoon. And Shyam, good afternoon, madam, good afternoon. Could you please explain in English? Okay. അപ്പോൾ നമ്മൾ ടോട്ടൽ 4 പാരഗ്രാഫിലാണ് നമ്മൾ ഈ ഒരു ഡേറ്റ എഴുതേണ്ടതായിട്ടുള്ളത്. വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ 4 പാരഗ്രാഫ്സ്.
വെൽ മൂവിങ് ഓൺ ടു ഇൻട്രൊഡക്ഷൻ. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ക്വസ്റ്റ്യൻ. നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ 1 or 2 സെൻറ്റൻസസ്. ഇൻട്രൊഡക്ഷനിൽ വൈൽ വി ആർ റൈറ്റിംഗ് ഇൻട്രൊഡക്ഷൻ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ 1 or 2 സെൻറ്റൻസ്. മാക്സിമം 2 സെൻറ്റൻസസ് മതി നമുക്കൊരു ഇൻട്രൊഡക്ഷൻ എഴുതുന്ന ടൈമിൽ. ഫസ്റ്റ് വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഫ്രം ദ ടൈപ്പ് ഓഫ് ഗ്രാഫ്. ടൈപ്പ് ഓഫ് ഗ്രാഫ് എന്താണ് എന്നുള്ളത് ആദ്യം തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് വി ഹാവ് ടു പാരഫ്രൈസ് എ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളതും അതിൻ്റെ കൂടെ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. ഇഫ് ദേ ഹാവ് പ്രൊവൈഡഡ് എനി യൂണിറ്റ്സ് വി ഹാവ് ടു ഓൾസോ മെൻഷൻ ദ യൂണിറ്റ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്. ഇൻട്രൊഡക്ഷനിൽ തന്നെ ആ ഒരു യൂണിറ്റും നമ്മൾ മെൻഷൻ ചെയ്യണം. ആൻഡ് മെയിൻലി വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ ദ പ്രസൻറ്റ് ടെൻസ്. ഈ ഒരു ഹോൾ കാര്യം നമ്മൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതേണ്ടതായിട്ടുള്ളത്. വൈൽ യു ആർ റൈറ്റിംഗ് ഇൻട്രൊഡക്ഷൻ യു ഹാവ് ടു മെൻഷൻ ദ ടൈപ്പ് ഓഫ് ദ ഗ്രാഫ്, ദെൻ യു ഹാവ് ടു പാരഫ്രൈസ് എ ക്വസ്റ്റ്യൻ ആൻഡ് മെൻഷൻ ദ യൂണിറ്റ് ഇഫ് ഇറ്റ്സ് ഗിവൺ. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ ദ പ്രസൻറ്റ് ടെൻസ്. ഇത് ഇത്രയും കാര്യങ്ങളും നിങ്ങൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതേണ്ടതായിട്ടുള്ളത്. Okay, Raisa, ma'am, can we write overall in the second paragraph? Okay, that's fine. We can write overall mainly in 2 sessions. Firstly, we can write it as a second paragraph or as a fourth paragraph. നമുക്കൊരു രണ്ടാമത്തെ പാരഗ്രാഫ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർത്ത് പാരഗ്രാഫ് ആയിട്ടോ നമുക്ക് ഓവറോൾ എഴുതാനായിട്ട് പറ്റും. If you write it in the second paragraph or if you write it in the fourth paragraph, both are fine. എങ്ങനെ എഴുതിയാലും ഒരു കുഴപ്പമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പാരഗ്രാഫിൽ റൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ ലാസ്റ്റ് പാരഗ്രാഫിൽ റൈറ്റ് ചെയ്യുക. ബട്ട് വി ഹാവ് ടു ഓൾവേസ് റിമെമ്പർ ദാറ്റ് ദ ടെൻസ് ഓഫ് ദ ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ്സ് ഓൺ ദ ടെൻസ് ഓഫ് ദ ഓവറോൾ. ഓവറോളിൻ്റെ ടെൻസും നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ടെൻസും എപ്പോഴും സെയിം ആയിരിക്കണം. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. Okay, so while we are discussing about introduction, you have to write 1 or 2 sentences in the introduction. You have to write it in present tense. You have to mention the unit and the type of graph while you are rephrasing the question. ഇത്രയും കാര്യങ്ങളും ആ ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ ഉണ്ടാവണം. ഓക്കെ, ദെൻ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് നമുക്ക് യൂസ് വരുന്ന വേർഡ്സ് ആണിത്. അതായത് അവർക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഇത് ഗ്രാഫ് ഷോൺ ലൈക്ക് ദിസ് അല്ലെങ്കിൽ ദ ഗ്രാഫ് ഷോൺ ലൈക്ക് ദാറ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. സോ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് വി ഹാവ് ടു റീപ്ലേസ് ദ വേർഡ്, വി ഹാവ് ടു യൂസ് സിനോണിംസ്. അവർ തന്നിരിക്കുന്ന ഷോ എന്നുള്ള വേർഡിന് നമ്മൾ മാക്സിമം സിനോണിംസ് ആണ് യൂസ് ചെയ്യേണ്ടത്. സെയിം വേർഡ് തന്നെ യൂസ് ചെയ്ത് യു ഹാവ് ടു യൂസ് സിനോണിംസ്. അപ്പോൾ സിനോണിംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ് ഇതൊക്കെ. ഫസ്റ്റ് വൺ ഇലുസ്ട്രേറ്റ്, ദെൻ ഡെമോൺസ്ട്രേറ്റ്, ഡിസ്പ്ലേ, റെപ്രസെൻറ്റ്, ഷോ, ഡെപിക്റ്റ്, കമ്പയർ, പോർട്രേറ്റ്. ഈ എല്ലാ വേർഡ്സിനും സെയിം മീനിങ് തന്നെയാണുള്ളത്. സോ വൈൽ യു ആർ റൈറ്റിംഗ് യു ഹാവ് ടു വേർഡ് വൺ ഓഫ് ദീസ് വേർഡ്സ്. ഈ ഒരു വേർഡ്സിൽ നിന്ന് ഏതെങ്കിലും ഒരു വേർഡ് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് നമുക്ക് കോമൺ ആയിട്ട് മിസ്റ്റേക്ക് വരുന്ന ഒരു സെഷനാണ് ഇതിൽ എങ്ങനെ എഴുതണം എന്നുള്ളത്. ദ ലൈൻ ഗ്രാഫ് ഇലുസ്ട്രേറ്റ് ഓർ ദ ലൈൻ ഗ്രാഫ് ഇലുസ്ട്രേറ്റ്സ്, ദ ലൈൻ ഗ്രാഫ്സ് ഇലുസ്ട്രേറ്റ് ഓർ ദ ലൈൻ ഗ്രാഫ്സ് ഇലുസ്ട്രേറ്റ്. നമ്മൾ കോമൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ലൈൻ വിൽ ബി ലൈക്ക് ദ ലൈൻ ഗ്രാഫ് ഇലുസ്ട്രേറ്റ്സ് ഓർ ദ ബാർ ഗ്രാഫ് ഇലുസ്ട്രേറ്റ് ലൈക്ക് ദിസ്. അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ആയിട്ടൊരു മിസ്റ്റേക്ക് വരാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹൗ മെനി ഗ്രാഫ്സ് ആർ ഗീവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ആ ഒരു ക്വസ്റ്റ്യനിൽ എത്ര ഗ്രാഫ് തന്നിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് ആണോ ഗ്രാഫ്സ് ആണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. സോ അക്കോർഡിംഗ് ടു ദിസ് ക്വസ്റ്റ്യൻ ഓൺലി 1 ഗ്രാഫ് ഈസ് ഗിവൺ. ആകെ ഒരു ഗ്രാഫ് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതുന്ന ടൈമിൽ വി ഹാവ് 4 ഓപ്ഷൻസ്. ഫ്രം ദീസ് യു ക്യാൻ എലിമിനേറ്റ് ദ ഓപ്ഷൻസ് വിത്ത് ഗ്രാഫ്സ്. നമുക്ക് ഗ്രാഫ്സ് എന്നുള്ള ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഒറ്റ ഗ്രാഫ് മാത്രമേ അവർ തന്നിട്ടുള്ളൂ. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് ഇസ് ഇറ്റ് ഇലുസ്ട്രേറ്റ് ഓർ ഇലുസ്ട്രേറ്റ്സ്. ഇലുസ്ട്രേറ്റ് എന്നാണോ പറയേണ്ടത് ഇലുസ്ട്രേറ്റ്സ് എന്നാണോ പറയേണ്ടത്? ഇതാണ് കോമൺ ആയിട്ടും കൺഫ്യൂഷൻ വരുന്ന ഒരു സെഷൻ. സോ ഇഫ് അവർ നൗൺ ഈസ് സിംഗുലർ വി ഹാവ് ടു യൂസ് സിംഗുലർ വെർബ്. ഇതാണ് ഇതിൻ്റെ റൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫസ്റ്റ് തന്നിരിക്കുന്ന നൗൺ സിംഗുലർ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വേർബാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ എസ്സിലെ എൻഡ് ചെയ്യുന്ന വേർബുകളാണ് സിംഗുലർ വേർബ് എന്ന് പറയുന്നത്. സോ ദിസ് വേർബ് വിൽ ബി സിംഗുലർ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇത് ലൈൻ ഗ്രാഫ് ഇലുസ്ട്രേറ്റ്സ് ആണ്. ദ ഫസ്റ്റ് ഓപ്ഷൻ വിൽ ബി റോങ്. നമുക്ക് ലൈൻ ഗ്രാഫ് എന്നേ ഉള്ളെങ്കിൽ യു ഹാവ് ടു യൂസ് ദ വേർഡ് ഇലുസ്ട്രേറ്റ്സ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ലൈൻ ഗ്രാഫ്സ് യു ക്യാൻ യൂസ് ഇലുസ്ട്രേറ്റ്. സോ ആ ഒരു ബേസിക് ഡിഫറൻസ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ബിക്കോസ് ഇറ്റ്സ് അവർ ഫസ്റ്റ് സെൻറ്റൻസ്, നമ്മുടെ ഒരു ആദ്യത്തെ സെൻറ്റൻസ് ആണ് ഇതെന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ മാക്സിമം മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുക. സോ ദ ക്വസ്റ്റ്യൻ വിൽ ബി ലൈക്ക് വെൽ യു ആർ റീഫ്രേസിങ് യു ഹാവ് ടു റൈറ്റ് ലൈക്ക് ദ ലൈൻ ഗ്രാഫ് ഇലുസ്ട്രേറ്റ്സ്. ഇലുസ്ട്രേറ്റ്സ് എന്നാണ് നമ്മൾ പറഞ്ഞു പോകേണ്ടത്.
നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ദ ലൈൻ ഗ്രാഫ് ബിലോ ഷോസ് ദ ഹൗസ് ഹോൾഡ് റീസൈക്ലിംഗ് റേറ്റ്സ് ഇൻ 3 ഡിഫറെൻറ്റ് കൺട്രീസ് ബിറ്റ്വീൻ 2005 ആൻഡ് 2015. ഇതായിരുന്നു ഇവർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. വൈൽ വി ആർ റൈറ്റിംഗ് ഇൻട്രൊഡക്ഷൻ വി ഹാവ് ടു പാരഫ്രൈസ് എ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ പാരഫ്രൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഐ ഹാവ് റിട്ടൺ ഇറ്റ് ഇൻ 3 ടൈപ്സ്. 3 രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. The first one is, the line graph reveals how much domestic waste was recycled in the UK, France, Germany from 2005 to 2015 and units are expressed in percentage. നമ്മൾ ആ ഒരു ഇമേജിൽ നോക്കിയ സമയത്ത് നമുക്ക് 3 കൺട്രീസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. UK, ഫ്രാൻസ്, ജർമ്മനി. ഇങ്ങനെ 3 കൺട്രീസ് ആയിരുന്നു അവർ തന്നിട്ടുണ്ടായിരുന്നത്. സോ ദിസ് ഈസ് അവർ ഇമേജ്. നമ്മൾ ഈ ഒരു ഇമേജിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ സൈഡിലായിട്ട് 3 കൺട്രീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. UK, ഫ്രാൻസ് ആൻഡ് ജർമ്മനി. അങ്ങനെ 3 കൺട്രീസാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്യുന്ന സമയത്ത് ഇഫ് യു ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ വി ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ദ കൺട്രീസ് ആർ നോട്ട് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ അവർ ആ കൺട്രീസ് മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് ഫ്രം ദ ഗ്രാഫ് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് ദർ വിൽ ബി 3 കൺട്രീസ്. 3 കൺട്രീസാണ് അവർ പറയാൻ പോകുന്നതെന്ന്. സോ വൈൽ വി ആർ റൈറ്റിംഗ് ദ ക്വസ്റ്റ്യൻ വി ആർ റീഫ്രേസിംഗ് ദ ക്വസ്റ്റ്യൻ വി ഹാവ് ടു മെൻഷൻ ദ കൺട്രീസ് ഓൾസോ. അപ്പം നമ്മൾ ആ ഒരു റീഫ്രേസിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കൺട്രീസും കൂടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഇറ്റ്സ് ക്ലിയർ ഫ്രം ദ ഇമേജിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പാരഫ്രേസിങ് വന്ന സമയത്ത് 3 കൺട്രീസിൻ്റെ നെയിമും കൂടി മെൻഷൻ ചെയ്തത്. ദെൻ അവർ തന്നിട്ടുണ്ടായിരുന്നത് ബിറ്റ്വീൻ 2005 ആൻഡ് 2015 അങ്ങനെയായിരുന്നു അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ബിറ്റ്വീൻ ആൻഡിനെ നമുക്ക് ഏറ്റവും ഈസിലി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമാണ് ഫ്രം ടു എന്ന് പറയുന്നത്. സോ ഓൾവേസ് റിമെമ്പർ, അവർ ക്വസ്റ്റ്യനിൽ ബിറ്റ്വീൻ ആൻഡ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഫ്രം ടു. അതർവൈസ് ഇഫ് ദേ ഹാവ് ഗിവൺ ഫ്രം ടു യു ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ബിറ്റ്വീൻ ആൻഡ്. അപ്പോൾ അവർ തന്നേക്കുന്ന സെയിം ഫോമാറ്റ് തന്നെ യൂസ് ചെയ്യാതെ ഒരു ഡിഫറെൻറ്റ് ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു ഇമേജിൽ നോക്കിയാൽ അവർ തന്നിരുന്ന കൺട്രീസ് UK, ഫ്രാൻസ്, ജർമ്മനി അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് വൈൽ വി ഹാവ് റൈഫ്രൈസ് എ ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, ഇത് UK. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഷോർട്ട് ഫോംസിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും കൺട്രീസിൻ്റെ ഷോർട്ട് ഫോംസിലേക്ക് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ UK, US, UAE ഇങ്ങനത്തെ ഷോർട്ട് ഫോംസിലേക്ക് പോകുന്ന സമയത്ത് യു ഹാവ് ടു പുട്ട് എ ദ ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് കൺട്രി. അതർവൈസ് യു ഡോണ്ട് ഹാവ് ടു പുട്ട് ദാറ്റ് ഫോം. നിങ്ങൾ വേറൊരു കൺട്രിക്കും ദ യൂസ് ചെയ്യാൻ പാടില്ല. ബട്ട് നമുക്ക് UK, US അല്ലെങ്കിൽ UAE പോലത്തെ ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യുന്ന കൺട്രീസ് നമ്മൾ അതൊരു സെൻറ്റൻസ് ആക്കുന്ന ടൈമിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ദ ഇട്ട് കൊടുത്തിട്ട് വേണം അതൊരു സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട്. So we have written like, the line graph reveals how much domestic waste was recycled in the UK, France and Germany from 2005 to 2015 and units are expressed in percentage. This is the first form. നമ്മുടെ സെക്കൻഡ് ഫോം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ഒരു ഫസ്റ്റ് ഫോമിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് യൂണിറ്റ് എന്നുള്ളത് ഒരു സെപ്പറേറ്റ് സെൻറ്റൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ്സ് പെർസെൻറ്റേജിലാണ് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ബട്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് എപ്പോഴും നിർബന്ധമില്ല. ബിക്കോസ് യൂണിറ്റ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിമ്പിൾ സെൻറ്റൻസ്. നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സെൻറ്റൻസ് സ്ട്രക്ചറിലേക്കാണ് പോകേണ്ടത്. സോ വൈൽ വി ആർ ലുക്കിംഗ് ഇൻ ടു ദ സെക്കൻഡ് ഓപ്ഷൻ, the line graph illustrates the regional household recycling rates. I have included a word, rates എന്നൊരു വേർഡ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റേറ്റ്സ് മീൻസ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് എന്ന അതേ മീനിങ് വരുന്ന ഒരു വേർഡാണ് റേറ്റ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു അത് പെർസെൻറ്റേജിലാണെന്ന്. സോ നമ്മൾ വീണ്ടും ഒരു സെൻറ്റൻസ് എടുത്തിട്ട് എക്സ്പ്രസ് ചെയ്തേക്കുന്ന യൂണിറ്റ് എക്സ്പ്രസ് ചെയ്തേക്കുന്ന പെർസെൻറ്റേജിലാണ് എന്ന് പറയേണ്ട ആവശ്യം നമുക്ക് വരില്ല. അപ്പോൾ നമുക്ക് 2 രീതിയിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് വണ്ണിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പെർസെൻറ്റേജിലാണ് എന്ന് മെൻഷൻ ചെയ്തു. ബട്ട് ഇതിൽ വന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കാതെ ആ ഒരു പാരഫ്രൈസിങ്ങിൽ തന്നെ റേറ്റ്സ് എന്നുള്ളൊരു വേർഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ബാക്കി നമ്മൾ കണ്ടിന്യൂഷൻ നോക്കുകയാണെങ്കിൽ സെയിം ആയിട്ട് തന്നെയാണ് വരിക. ദ ലൈൻ ഗ്രാഫ് ഇലിസ്ട്രേറ്റ്സ് റീജിയണൽ ഹൗസ് ഹോൾഡ് റീസൈക്ലിംഗ് റേറ്റ്സ് ഇൻ ദ UK. ആ ഒരു ദ എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഫ്രാൻസ് ആൻഡ് ജർമ്മനി. ദെൻ നമ്മൾ ഫ്രം ടൂവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഇൻ ബിറ്റ്വീൻ എത്ര ഇയേഴ്സ് വരുന്നിട്ടുണ്ട് എന്നുള്ളതും കൂടി നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഫോർ ഓവർ 10 ഇയേഴ്സ് 10 വർഷത്തെ കാലാവധിയിലാണ് വന്നിട്ടുള്ളത് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ലൈൻ ഗ്രാഫ് ഇലുസ്ട്രേറ്റ്സ് എ പ്രപ്പോർഷൻ ഓഫ്, അതായത് റേറ്റ്സ് എന്നുള്ള അതേ മീനിങ്ങിൽ വരുന്ന വേറൊരു വേർഡാണ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റേറ്റ്സിന് പകരം പ്രപ്പോർഷൻ എന്നുള്ള വേർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ദ ലൈൻ ഗ്രാഫ് ഇലുസ്ട്രേറ്റ്സ് എ പ്രപ്പോർഷൻ ഓഫ് റീസൈക്ലിംഗ് ദ ഹൗസ് ഹോൾഡ് ഓഫ് 3 ഡിഫറെൻറ്റ് കൺട്രീസ്.
അവിടെ നമ്മൾ കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളത് സെൻറ്റൻസിൽ ഡയറക്റ്റായിട്ട് പറയുന്നതിന് പകരം നമ്മളൊരു കോളൻ യൂസ് ചെയ്തു. അതായത് രണ്ടോ അതിലധികമോ എന്തെങ്കിലും നെയിംസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് കോളൻ ഇട്ടിട്ട് ഏതൊക്കെയാണ് ആ കൺട്രീസ് എന്നുള്ളത് പറഞ്ഞു പോകാവുന്നതാണ്. സോ ദ UK, ഫ്രാൻസ് ആൻഡ് ജർമ്മനി. ദെൻ നമ്മൾ 10 ഇയേഴ്സ് എന്ന് പറയുന്നതിന് നമ്മൾ കൊടുക്കുന്ന വൺ വേർഡാണ് ഡെക്കേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു ദ UK, ഫ്രാൻസ് ആൻഡ് ജർമ്മനി ഫോർ എ ഡെക്കേഡ് ഫ്രം 2005 to 2015. നമ്മൾ വേർഡ്സ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കൊടുത്തു. സോ ഫ്രം ദീസ് ദ തേർഡ് വൺ വിൽ ബി ദ ബെറ്റർ ഓപ്ഷൻ. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സെൻറ്റൻസ് എന്ന് പറയുന്നത് മൂന്നാമത്തതാണ്. ദ ലൈൻ ഗ്രാഫ് illustrates the proportion of recycling in the households of 3 different countries, the UK, France and Germany for a decade from 2005 to 2015. വേണമെങ്കിൽ നമുക്ക് for over 10 years എന്നും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. സോ ഫ്രം ദീസ് ദ തേർഡ് വൺ വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് റൈറ്റ് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. ഓക്കെ, സൂര്യ ഗുഡ് ആഫ്റ്റർനൂൺ, അഖില, ഐശ്വര്യ, എവിൻ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. Raisa, ma'am, I had watched user videos but grammar book is not available. Okay, you can directly contact the academy for that. You can purchase the books from here. Okay, so ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. സോ മൂവിങ് ഓൺ ടു ദ ബോഡി പാരഗ്രാഫ് എങ്ങനെയാണ് റൈറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഫ്രം ദ ഇമേജ് വി ക്യാൻ ക്ലിയർലി സീ ദാറ്റ് ദെയർ ആർ 3 countries. 3 countries ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൽ നമ്മൾ ഒരേ ട്രെൻഡ് വരുന്ന കൺട്രീസിനെ ഒരു പാരഗ്രാഫ് ആക്കിയിട്ടാണ് പോകേണ്ടത്. വി ഹാവ് ടു ഡിവൈഡ് ഇറ്റ് ഇൻ ടു ഈക്വൽ പാരഗ്രാഫ്സ്. ബട്ട് ഒരേ ട്രെൻഡ് വരുന്നതിനെ നോക്കി നമ്മൾ ഒരു പാരഗ്രാഫിലേക്ക് കൊടുക്കുക, ഓപ്പോസിറ്റ് വണ്ണെ നെക്സ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുക. ബിക്കോസ് വി ഹാവ് ടു റൈറ്റ് 2 ബോഡി പാരഗ്രാഫ്സ്. 2 ബോഡി പാരഗ്രാഫ് എഴുതുന്നത് കൊണ്ട് തന്നെ ഈക്വൽ ട്രെൻഡ് ഉള്ളതിനെ ഫസ്റ്റ് പാരഗ്രാഫ് ആക്കിയതിന് ശേഷം ഓപ്പോസിറ്റ് ട്രെൻഡ് ഉള്ളതിനെ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് കൊടുക്കുക. ഓക്കെ, ഗ്രേസ് ഗുഡ് ആഫ്റ്റർനൂൺ. സോ നമുക്ക് ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടറാണ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അതായത് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഒരു 2 പാരഗ്രാഫ് തിരിക്കുന്ന സമയത്ത് വി ഹാവ് 25% ബാൻഡ് സ്കോർ ഫോർ കൊഹിഷൻ ആൻഡ് കൊഹറൻസ്. കൊഹിഷൻ മീൻസ് പാരഗ്രാഫുകൾ തമ്മിലുള്ള കണക്ഷനും കൊഹറൻസ് മീൻസ് സെൻറ്റൻസുകൾ തമ്മിലുള്ള കണക്ഷൻ. ആ ഒരു കണക്ഷന് നമുക്ക് ബാൻഡ് സ്കോർ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കണക്റ്റേഴ്സ് യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസിലി നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടറാണ് അറ്റ് എ ഗ്ലാൻസ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഫ്രം ദ ഗ്രാഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എന്നുള്ള രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സോ അറ്റ് എ ഗ്ലാൻസ് ഇൻ 2005. ഇനി നമ്മൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ UK ആൻഡ് ജർമ്മനിയാണ് സെയിം പാറ്റേൺ കാണിച്ചിട്ടുള്ളത്. രണ്ടും ഓൾമോസ്റ്റ് 20 and 40% നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ദെൻ ഇൻക്രീസ് ചെയ്തു അറൗണ്ട് ഒരു 60-ലേക്കാണ് രണ്ടും ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. സോ ഒരേ പാറ്റേൺ ഉള്ളതിനെ നോക്കിയിട്ട് നമ്മൾ ഒരു പാരഗ്രാഫ് ആക്കുക. Always remember, you have to mention the first, final and the highlighting values in the overall in the body paragraph. Body paragraph എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഫസ്റ്റ് വാല്യൂ, ദെൻ ഫൈനൽ വാല്യൂ ആൻഡ് ഇൻ ബിറ്റ്വീൻ ഉള്ള ഹൈലൈറ്റിംഗ് വാല്യൂ, ഈ 3 കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. യു ക്യാൻ സ്കിപ്പ് ദ അതർ വാല്യൂസ് ബട്ട് ഡോണ്ട് സ്കിപ്പ് ദീസ് വാല്യൂസ്. ഈ 3 വാല്യൂസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ 150 വേർഡ്സ്. 150 വേർഡ്സ് എന്നൊരു ഇതിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് വാല്യൂവും ഫൈനൽ വാല്യൂ ഇൻ ബിറ്റ്വീൻ ഉള്ള ഹൈലൈറ്റിംഗ് വാല്യൂസും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് വി ആർ ഗോയിങ് ടു റൈറ്റ് അബൌട്ട് UK ആൻഡ് ജർമ്മനി. UKയുടെയും ജർമ്മനിയുടെയും കേസാണ് നമ്മൾ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ എഴുതാനായിട്ട് പോകുന്നത്. സോ വി സ്റ്റാർട്ട് ലൈക്ക് അറ്റ് എ ഗ്ലാൻസ്. ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഇൻ 2005, 2005-ലെ കാര്യം, അതായത് ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള 2005-ലെ കാര്യമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ദ റീസൈക്ലിംഗ് റേറ്റ്സ് ഇൻ UK ആൻഡ് ജർമ്മനി വെയർ നിയർലി 35% ആൻഡ് 20% റെസ്പെക്റ്റീവ്ലി. കാരണം രണ്ടും എക്സാക്റ്റ് വാല്യൂ അല്ല, ഒരു എറൗണ്ട് വാല്യൂ, ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് ഇത്രത്തോളം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നിയർലി എന്നുള്ള വേർഡ് യൂസ് ചെയ്തത്. ബിക്കോസ് കറക്റ്റ് വാല്യൂ അല്ല, ഏറെക്കുറെ ഇത്രത്തോളമാണ് വാല്യൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. Then the rate of Germany increased sharply throughout the period, exceeding the France rate in 2009 and reached almost 60% at the end of the period. നമ്മൾ ആ ഒരു ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു 2009 വെച്ചിട്ട് നമ്മൾ ജർമ്മനി ഫ്രാൻസിനെ ഓവർലാപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ എഴുതും. ഇൻക്രീസ് ഷാർപ്ലി ത്രൂ ഔട്ട് ദ പീരിയഡ്, ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ഇൻ ബിറ്റ്വീൻ എക്സീഡിങ് ദ ഫ്രാൻസ് റേറ്റ് ഇൻ 2009. അതതിനെ ഓവർലാപ്പ് ചെയ്തു, എന്നിട്ട് എക്സീഡ് ചെയ്തു പോയി എന്നുള്ളതും കൂടെ നമ്മൾ മെൻഷൻ ചെയ്തു. ആൻഡ് റീച്ച് ഓൾമോസ്റ്റ് 60% അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ്. ഫൈനൽ ഇയർ ആകുമ്പോഴത്തേക്ക് ഒരു അറൗണ്ട് 60%-ലേക്കാണ് അത് എത്തിയിട്ടുള്ളത്.
ദെൻ വി ഹാവ് ടു റൈറ്റ് ദ കേസ് ഓഫ് യു കെ ആണ് ഇതുപോലൊരു സെയിം പാറ്റേൺ കാണിച്ചിട്ടുള്ളത്. സോ നമ്മൾ അടുത്തതായിട്ട് യു കെയുടെ കാര്യമാണ് മെൻഷൻ ചെയ്യേണ്ടത്. സോ വി ഹാവ് യൂസ് എ കണക്ടർ ഇൻ ദ മീൻ ടൈം. ഇൻ ദ മീൻ ടൈമിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയത്ത് നടന്നിട്ടുള്ള ഓപ്പോസിറ്റ് ട്രെയിൻ വിച്ച് ഈസ് ഹാപ്പനിങ് ദ സെയിം ടൈം പീരീഡ് ബട്ട് ഇറ്റ്സ് ആൻ ഓപ്പോസിറ്റ് ട്രെൻഡ്. ഒരേ ടൈം പീരീഡിൽ നടക്കുന്ന ഓപ്പോസിറ്റ് ട്രെൻഡ് ആണ് എന്ന് കാണിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു കണക്ടറാണ് ഇൻ ദ മീൻ ടൈം. ആൻഡ് യു ഹാവ് ടു പുട്ട് എ കോമ ആഫ്റ്റർ ദീസ് കണക്ടേഴ്സ്. ഇങ്ങനെ ഒരു കണക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങളൊരു കോമ ഇടണം. സോ നമ്മളിനി യു കെയുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. The percentage of recycled waste in the UK grew to 40% in 2009. ആ ഒരു 2009 കേസ് നോക്കുകയാണെങ്കിൽ യു കെയിൽ ഒരു 40% നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ദെൻ റിമെയിൻ സ്റ്റഡി അൻറ്റിൽ 2009. ഒരു 2007 മുതൽ 2009 വരെ അതൊരു ഓൾമോസ്റ്റ് സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. From 2009 to 2011, it experienced a rapid surge to more than 50%. 2009 മുതൽ 2011 വരെ നോക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ഇൻക്രീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ സർജ് മീൻസ് ഇൻക്രീസ് എന്ന രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു അഡ്വാൻസ്ഡ് വേർഡാണ് സർജ് എന്ന് പറയുന്നത്. ആൻഡ് കണ്ടിന്യൂഡ് വിത്ത് എ ഗ്രാജുവൽ ഇൻക്രീസ് ടു 60% ഇൻ 2015. 2015 ആയപ്പോഴത്തേക്കും ഒരു 60% ഇൻക്രീസ് ആണ് അതിന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾ യു കെയുടെയും ജർമ്മനിയുടെയും കേസ് ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ദെൻ വി ഹാവ് ടു റൈറ്റ് അബൌട്ട് ഫ്രാൻസ്. കാരണം ഫ്രാൻസ് മാത്രമാണ് ഒരു ഓപ്പോസിറ്റ് ട്രെൻഡ് കാണിച്ചിട്ടുള്ളത്. സോ ഇൻ ദ സെക്കൻഡ് ബോഡി പാരഗ്രാഫ് യു ഹാവ് ടു റൈറ്റ് അബൌട്ട് ഫ്രാൻസ്. സോ നമ്മളൊരു കണക്ടർ കൊടുത്തു, പ്രോബിംഗ് ഫെർദർ. പ്രോബിംഗ് ഫെർദർ മീൻസ് നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഇതുവരെ ആദ്യം നമ്മൾ പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലായ കാര്യങ്ങളായിരുന്നു. സോ വി ഹാവ് യൂസ്ഡ് എ കണക്ടർ പ്രോബിംഗ് ഫെർദർ. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണ്. In the early 2005, the recycling rate of France was the highest among these three countries. അതായത് നമ്മൾ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ള 2005 നോക്കുകയാണെങ്കിൽ ഫ്രാൻസ് ആയിരുന്നു ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. വി ഹാവ് ദ മെൻഷൻ ദ വാല്യൂ ഇൻ ദ ബ്രാക്കറ്റ്. നമ്മൾ ആ ഒരു വാല്യൂ ബ്രാക്കറ്റിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. However, it dramatically declined to 30% in 2013. Then ഇതിനൊരു സഡൻ ഡിക്രീസ് ആണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് ബൈ 2013 ഇറ്റ് റീച്ച് 30%. അത് ഡിക്രീസ് ചെയ്ത് ഒരു 30%ലേക്ക് വന്നിട്ടുണ്ട്. ദെൻ ഒരു ചെറിയ ഇൻക്രീസും കൂടി അത് കാണിച്ചിട്ടുണ്ട്. സോ വി ഹാവ് ടു റൈറ്റ് അബൌട്ട് ഇറ്റ്. ദെൻ ദർ വാസ് എ ഗ്രോത്ത് ഓഫ് 10% ഇൻ 2015, ബട്ട് ദ റീസൈക്ലിംഗ് റേറ്റ് ഓഫ് ഫ്രാൻസ് വാസ് ദ ലോവസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ്. അത് ചെറിയൊരു ഇൻക്രീസ് കാണിച്ച് 40%ലേക്ക് ചെറിയൊരു ഇൻക്രീസ് കാണിച്ചിട്ടുണ്ടെങ്കിലും ബൈ ദ എൻഡ് ഓഫ് ദ പീരീഡ് ഇറ്റ് വാസ് ദ ലോവസ്റ്റ്. ആ ഒരു 3 കാറ്റഗറി യു കെ, ഫ്രാൻസ് ആൻഡ് ജർമ്മനി 3 കൺട്രീസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഫൈനൽ ഇയറിലെ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഫ്രാൻസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ബോഡി പാരഗ്രാഫിലാക്കി എഴുതേണ്ടത്. ആഫ്റ്റർ ദീസ് വി ഹാവ് ടു റൈറ്റ് ആൻഡ് ഓവറോൾ. ഓവറോൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ള ജനറൽ ട്രെൻഡാണ് നമ്മൾ ഓവറോളിൽ മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം, 2 കൺട്രീസിൻ്റെ വാല്യൂ ഇൻ ദ കേസ് ഓഫ് യു കെ ആൻഡ് ജർമ്മനി അത് ഇൻക്രീസ് ചെയ്ത സമയത്ത് ഫ്രാൻസിൻ്റെ കേസിൽ ഡിക്രീസ് ചെയ്തതാണ് ഇതിൽ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡാണ് നമ്മൾ ഓവറോൾ എഴുതേണ്ടത്. ഡോണ്ട് മെൻഷൻ എനി വാല്യൂസ് ഇൻ ദ ഓവറോൾ പാരഗ്രാഫ്. ഓവറോൾ എഴുതുന്ന സമയത്ത് നമുക്ക് വാല്യൂസ് അല്ല വേണ്ടത്. വി ഹാവ് ടു മെൻഷൻ അബൌട്ട് ദ ട്രെൻഡാണ് മെൻഷൻ ചെയ്യേണ്ടത്. സോ ഞാനിവിടെ ഒരു 3 ടൈപ്പ് ഓഫ് എക്സാമ്പിൾ ഇതിന് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദ വേർഡ് ഓവറോൾ. നമ്മൾ എങ്ങനെ എഴുതിയാലും അതിൻ്റെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഓവറോൾ ആയിരിക്കണം. The recycling rates in the UK and Germany showed a steady but significant rise over the period. നമ്മൾ ആ ഒരു ടൈം പീരീഡ് നോക്കുകയാണെങ്കിൽ യു കെയും ജർമ്മനിയും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു റൈസ് കാണിച്ച സമയത്ത് while the percentage of recycled waste in France experienced a downward trend. ഫ്രാൻസിൻ്റെ കേസിൽ ഒരു ഡിക്രീസ് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഓവറോൾ എഴുതാൻ സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടറാണ് വൈൽ എന്ന് പറയുന്നത്. വൈൽ മീൻസ് ഓപ്പോസിറ്റ് ട്രെൻഡ് സെയിം ടൈം പീരീഡിൽ കൺസിഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ വൈൽ എന്നുള്ള വേർഡ് വെച്ച് മെൻഷൻ ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു വൈൽ എന്നൊരു വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് പുട്ട് എ കോമ ബിഫോർ ദാറ്റ് വേർഡ്. നമ്മളൊരു ഫസ്റ്റ് സെൻറ്റൻസ് എഴുതി കഴിഞ്ഞ് കോമ ഇട്ടതിന് ശേഷമാണ് വൈൽ എന്ന് പറയുന്ന കണക്ടർ യൂസ് ചെയ്യേണ്ടത്. ഡോണ്ട് പുട്ട് എ കോമ ആഫ്റ്റർ ദ വേർഡ്, യു ഹാവ് ടു പുട്ട് ദ കോമ ബിഫോർ ദ വേർഡ്. ആ ഒരു വേർഡിന് മുന്നേ ആണ് നിങ്ങൾ കോമ ഇടേണ്ടത്. Otherwise, you can write like, overall, the household recycling rates in the UK and Germany increased at similar rates. രണ്ടും ഒരേപോലെ കൂടിയ സമയത്ത്, whereas the rates of France showed a steady decrease before rising again. ഫ്രാൻസ് ഒരു ഡിക്രീസ് കാണിച്ചതിന് ശേഷമാണ് ഒരു സ്മോൾ ഇൻക്രീസ് ഷോ ചെയ്തിട്ടുള്ളത്. സോ അതേ മീനിങ് തന്നെ വരുന്ന ഒരു വേർഡാണ് വേറാസ് എന്ന് പറയുന്നതും. വൈൽ എന്ന് പറയുന്ന അതേ മീനിങ് തന്നെയാണ് വേറാസിനുള്ളത്. സോ യു ക്യാൻ യൂസ് എനി വേർഡ് എമോങ് ദിസ്.
And the final one is, overall, both the countries witnessed a constant and steady increase in recycling rates. രണ്ട് കൺട്രീസ് ഒരേപോലത്തെ ഒരു റീസൈക്ലിംഗ് റേറ്റ്സിലുള്ള ഒരു ഇൻക്രീസ് കൺസിഡർ ചെയ്ത സമയത്ത് മീൻ വൈൽ ഫ്രാൻസ് എക്സ്പീരിയൻസ്ഡ് എ ഡൗൺവേർഡ് ട്രെൻഡ്. ഫ്രാൻസിന് മാത്രം ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഓവറോൾ എഴുതുമ്പോൾ മെയിനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്തായാലും എഴുതുന്ന സമയത്ത് യു ആർ കൺസിഡറിങ് സം ഓപ്പോസിറ്റ് ട്രെൻഡ്. ഒരു 90% ക്വസ്റ്റ്യൻസിലും ഒരു ഓപ്പോസിറ്റ് ട്രെൻഡ് ആയിരിക്കും നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. സോ വൈൽ യു ആർ റൈറ്റിംഗ് ദ ഓവറോൾ യു ഹാവ് ടു യൂസ് കണക്റ്റേഴ്സ് ലൈക്ക് ദിസ്. വൈൽ അല്ലെങ്കിൽ മീൻ വൈൽ വേറാസ്, ഈ രീതിയിലുള്ള കണക്റ്റേഴ്സ് നിങ്ങളുടെ ഓവറോളിൽ എപ്പോഴും വരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ബിക്കോസ് നിങ്ങളൊരു ഓപ്പോസിറ്റ് ട്രെൻഡ് സെയിം ടൈം പീരീഡിൽ ഹാപ്പൻ ചെയ്ത കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഏറ്റവും ആപ്റ്റ് കണക്റ്റർ എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യുന്നതാണ്. ഓൾവേസ് യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് യു ഹാവ് ടു പുട്ട് എ കോമ ബിഫോർ ദീസ് കണക്റ്റർ. ഈ കണക്റ്റേഴ്സിന് മുന്നിലാണ് നിങ്ങൾ കോമ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 രീതിയിൽ നിന്ന് ഏത് രീതിയിലും വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ബട്ട് യു ഹാവ് ടു യൂസ് എ പ്രോപ്പർ കണക്റ്റർ. ആ ഒരു കണക്റ്റർ നിങ്ങളുടെ ഓവറോളിൽ ഉണ്ടായിരിക്കണം. സോ ഈ ഒരു രീതിയിലാണ് യു ക്യാൻ റൈറ്റ് ദ ലൈൻ ഗ്രാഫ്. ഒരു ലൈൻ ഗ്രാഫിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. യു ഹാവ് ടു റൈറ്റ് 4 പാരഗ്രാഫ്സ്. ടോട്ടൽ 4 പാരഗ്രാഫ്സ് ആണ് വേണ്ടത്. The introduction paragraph will be in the present tense and other 3 paragraphs will be in the tense of the question. Question അനുസരിച്ചായിരിക്കും ബാക്കി 3 പാരഗ്രാഫിൻ്റെ ടെൻസ് വരുന്നത്. അപ്പോൾ the introduction will be always in present tense. Introduction എപ്പോഴും present tense ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. And while you are writing introduction, you can write 1 or 2 sentences. You have to mention the type of the graph. You have to paraphrase the question and mention the unit if it's given. നിങ്ങൾക്ക് യൂണിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി മെൻഷൻ ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങൾ ബോഡി പാരഗ്രാഫ് എഴുതുന്ന സമയത്ത് യു ഹാവ് ടു മെൻഷൻ ദ ഫസ്റ്റ് വാല്യൂ, ദ ഫൈനൽ വാല്യൂ ആൻഡ് ദ ഹൈലൈറ്റിംഗ് വാല്യൂ ഇൻ ബിറ്റ്വീൻ. ഈ 3 വാല്യൂസും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ആൻഡ് യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ 2 ബോഡി പാരഗ്രാഫ്സ്. ഒരേപോലെ ഒരേ പാറ്റേൺ കാണിച്ച ഡേറ്റയെ ക്ലബ്ബ് ചെയ്ത് ഒരു പാരഗ്രാഫ് ആക്കിയിട്ട് റൈറ്റ് ചെയ്യുക. വൈൽ ഇൻ ദ ഓവറോൾ സെഷൻ നിങ്ങൾ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രെൻഡ് ആയിരിക്കും ജനറലി മെൻഷൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആ ട്രെൻഡ് മാത്രം മെൻഷൻ ചെയ്യുക. നെവർ മെൻഷൻ എനി യൂണിറ്റ്സ് ഓർ വാല്യൂസ്. എന്തും വാല്യൂസ് യൂണിറ്റ്സ് ഒന്നും മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ആൻഡ് യൂസ് പ്രോപ്പർ കണക്റ്റേഴ്സ് ഇൻ ദിസ്. ആ കണക്റ്ററായിട്ടുള്ള വൈൽ അല്ലെങ്കിൽ വേറാസ്, മീൻ വൈൽ പോലെയുള്ള വേർഡ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഓവറോൾ സെഷൻ എഴുതാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ഐ ഹോപ്പ് യു ഗോട്ട് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദിസ് സെഷൻ ആൻഡ് താങ്ക് യു ഓൾ.